ഇന്നത്തോടെ ഈ ചോദ്യത്തിനൊരു തീരുമാനമാക്കണം കേട്ടോ. ഇതിന്റെ അച്ഛന്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അമ്മയോ ഹസ്ബൻഡിന്റെ ഫാമിലിയോ ഒന്നുമല്ല, അതിന്റെ അമ്മേന്റെ അമ്മയാണ് കേട്ടോ. അമ്മമ്മക്ക് ഈ അച്ചാറും മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു സംരംഭമുണ്ട്. ഇപ്രാവശ്യം ഓണച്ചന്തയിൽ അമ്മമ്മ സ്റ്റാൾ ഇട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും മിന്നൂസും വന്നത് കേട്ടോ. അച്ചാറിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന മിന്നൂസാണ് കേട്ടോ. അവളാണ് എടുത്തു കൊടുക്കലും അതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലൊക്കെ. ഞാൻ പിന്നെ അല്ലാതെ ചിലർ അൽക്കുലത്ത് പണികളൊക്കെ ആയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. നല്ല തിരക്കുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ പോലുള്ള ടൈം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടാട്ടോ കഴിച്ചത്. ഇവിടെ വിചാരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ എങ്ങനെ ഇരിക്കും, ബോറടിക്കൂലെന്നൊക്കെ. പക്ഷെ ബോറടിക്കുകയില്ല കേട്ടോ. സമയം പോകുന്ന അവിടെ നിന്ന് അറിയേയില്ല. മിന്നൂസ് ചില സമയത്ത് വയസ്സന്മാരെ പോലെയാണ്. കുറച്ച് ഒച്ചത്തിൽ പാട്ട് വെച്ചപ്പോ ഈ സൗണ്ട് ഒക്കെ ഒന്ന് കുറച്ചിട്ട് പാട്ട് വെച്ചൂടെ എന്ന് പറഞ്ഞ് ഞൊടുങ്ങി നിൽക്കുകയാണ് കേട്ടോ. വേറെ എന്തോ ചെറിയ സാധനം വാങ്ങാൻ വന്നാണെന്ന് കണ്ടാ അറിയാം. പക്ഷെ അവിടെ മാക്സി ഉണ്ട്. ഇനിയിപ്പോ ഭാര്യന് വീഡിയോ കോൾ ഇത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഏതാ വേണ്ടെന്ന് വെച്ചിട്ട്. ഒരു ഉണ്ണിയപ്പാണെങ്കിലും രണ്ടാളും കൂടി കഴിച്ചോന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കൊണ്ടെത്തുന്നതാണ് കേട്ടോ. മിന്നൂസിന്റെ പേരാണ് ഒരു കുടുംബശ്രീന്റെ പേരെന്ന് പറഞ്ഞപ്പോ ആ മുഖത്തുള്ളൊരു സന്തോഷം. അന്നത്തെ റയർ പേരാണ് കേട്ടോ അനന്യ അനഘയും. ആ രണ്ടു പേരിട്ടത് അമ്മമ്മയാണ് കേട്ടോ. കുട്ടികൾ പണ്ട് എനിക്കൊരു വീക്ക്നെസ്, അതിനെ ഞാൻ നോക്കി നോക്കി ചിരിപ്പിച്ച്. വൈകുന്നേരം ആയപ്പോൾ മിന്നൂസിന്റെ സകല ബാധ്യതകളെ ഏൽപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.